നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ആളും ആരവവും ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മെയ് 4-ാം തീയതി വരെ എല്ലാവരും കാത്തിരിക്കുന്നു. 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വലിയ അടിയൊഴുക്കുകൾ എല്ലാ പാർട്ടികളിലും സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പലപ്പുഴയിൽ ആലപ്പുഴയിൽ സുധാകരനെ പോലെ പാർട്ടിയുമായി 63 വർഷത്തെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഒരു സഖാവ് പുറത്തു വരിക, അതും CPMൻ്റെ ആദർശമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കളങ്കരഹിതനായ പാർട്ടി സഖാവ് എന്ന രീതിയിൽ പേരുകേട്ട പ്രതിപക്ഷ കക്ഷികൾ പോലും അഴിമതിരഹിതനായ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു എന്ന് പുകഴ്ത്തി പറഞ്ഞ സുധാകരൻ CPM വിട്ട് പുറത്തു വന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി. ആലപ്പുഴ പോലെ പുന്നപ്പറ വയലാർ സമരഭൂമി നിലകൊള്ളുന്ന ആലപ്പുഴ പോലുള്ള CPMൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചെങ്കോട്ടയിൽ നിന്നും സുധാകരനെ പോലുള്ള ഒരാൾ 63 വർഷത്തെ പാർട്ടി പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPMന് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് പാർട്ടിയുടെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിൽ തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് TK ഗോവിന്ദൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പാർട്ടിയുടെ മുഖമായിരുന്ന വലിയ സഖാവ് പാർട്ടി വിട്ട് പുറത്തു വന്ന് UDFൻ്റെ പിന്തുണയോടുകൂടി CPMനെതിരെ മത്സരിക്കുന്നതും പിണറായി വിജയനും CPMനും വലിയ തലവേദന തന്നെയായിരുന്നു. ഇതുപോലെ തന്നെയാണ് പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തിയ എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് പാർട്ടിയുടെ MLA ആയ TI മധുസൂദനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് പുറത്തു വരികയും അഥവാ പാർട്ടി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുകയും വീണ്ടും UDFൻ്റെ പിന്തുണയോടുകൂടി കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിക്കുകയും ചെയ്യുക എന്നത്. മറ്റൊന്ന്, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി CPMൽ നിന്നും വിട്ടുപോയി UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെല്ലാം CPMന് വലിയ വലിയ തലവേദനയുണ്ടാക്കി. PK ശശി പാർട്ടി വിട്ട് പുറത്തു വന്ന് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു. ഇതുപോലെ നിരവധി മുഖങ്ങളാണ് CPMൽ നിന്നും വലിയ വലിയ നേതാക്കൾ പൊഴിഞ്ഞു പോകുന്നത്. ഇത് CPMനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ ആഴ്ത്തി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ 139 മണ്ഡലങ്ങളിൽ ജയിച്ചാൽ പോലും അമ്പലപ്പുഴ പിടിക്കാനായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് CPMന് വലിയ മാനക്കേടായിരിക്കും എന്ന് MB ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമാണ് അമ്പലപ്പുഴയിൽ സഖാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയത്. അതായത് 139 മണ്ഡലം പിടിച്ച് ഭരണത്തിൽ വീണ്ടും അധികാരത്തിൽ CPM വന്നാലും അമ്പലപ്പുഴ നഷ്ടമായാൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് CPMൻ്റെ അണികൾക്ക് കൃത്യമായ താക്കീത് നൽകിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അമ്പലപ്പുഴയിൽ മാത്രമല്ല സുധാകരൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴയിൽ ആകമാനവും കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ സുധാകരനെ പോലെ, TK ഗോവിന്ദനെ പോലെ, P കുഞ്ഞികൃഷ്ണനെ പോലെ പാർട്ടിയുടെ നയവൈകല്യങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ അവർ മുതിർന്ന പാർട്ടി സഖാക്കൾ പാർട്ടിക്കെതിരെ ശബ്ദിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പാർട്ടിക്ക് പുറത്തു വന്ന് പാർട്ടിയുടെ പുത്തൻകൂറ്റ് നേതാക്കന്മാർക്കെതിരെ മത്സരിക്കുമ്പോൾ തീർച്ചയായും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിക്കെതിരെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അമ്പലപ്പുഴയിൽ സുധാകരൻ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിഭാസമായിരിക്കില്ല സുധാകരൻ്റേത്. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ TK ഗോവിന്ദൻ മത്സരിക്കുന്നത് തളിപ്പറമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. പയ്യന്നൂരിൽ പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ P കുഞ്ഞികൃഷ്ണൻ TI മധുസൂദനെതിരെ അല്ലെങ്കിൽ CPMനെതിരെ മത്സരിക്കുന്നത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രതിഭാസമായിരിക്കില്ല. മറിച്ച് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് വലിയ ഒരു ശക്തിയായി മാറും, ഒരു തിരുത്തൽ ശക്തിയായി മാറും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ പിണറായിസത്തിനെതിരെയും പിണറായി വിരുദ്ധ വികാരത്തിന് കൃത്യമായി തന്നെ CPMനെതിരെ വോട്ട് ചെയ്യും. സഖാക്കന്മാർ തന്നെയായിരിക്കും ഇക്കുറി CPMനെതിരെ വോട്ട് ചെയ്യുക. ഇടതുപക്ഷത്തെ താഴെ ഇറക്കുവാൻ വേണ്ടി അവർ കൃത്യമായി തന്നെ വോട്ട് ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. അതായത് സുധാകരൻ എഫക്റ്റ് അല്ലെങ്കിൽ TK ഗോവിന്ദൻ എഫക്റ്റ് തളിപ്പറമ്പിലോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവണതയായിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും പിണറായി വിജയൻ എന്ന തലമുതിർന്ന നേതാവ്, പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി വളർന്നു വലുതായ CPM എന്ന പാർട്ടിയെയും പ്രസ്ഥാനത്തെയും
ഭരണത്തെയും കയ്യിലൊതുക്കിക്കൊണ്ട് കഴിഞ്ഞ 10-15 വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ 10-25 വർഷങ്ങളായി പാർട്ടിയെ കയ്യിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന ഭരണവും പാർട്ടിയെയും കയ്യിലൊതുക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷം കേരളത്തെ നയിക്കുന്ന പിണറായി വിജയൻ എന്ന തലമുതിർന്ന നേതാവിൻ്റെ അന്ത്യമായിരിക്കുന്നു. പിണറായി യുഗത്തിന് അവസാനമായിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയന്റെ ഭരണത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാദ്യത്തെ ആണി അടിച്ചിരിക്കുന്നത് ജി സുധാകരൻ തന്നെയാണ്. രണ്ടാമത്തെ ആണി ടി കെ ഗോവിന്ദനും മൂന്നാമത്തെ ആണി പി കുഞ്ഞികൃഷ്ണനും അടിക്കുമ്പോൾ ഇതുപോലെ നിരവധി നേതാക്കൾ CPM-ന്റെ അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയന്റെ പടിയിറക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ട്, അതായത് ടി കെ ഗോവിന്ദൻ കണ്ണൂരിൽ പി കെ ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുന്നത് CPM-ലെ തലമുതിർന്ന ചില നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ്. കണ്ണൂരിൽ പാർട്ടിയെ നയിക്കുന്ന ചില സമുന്നതരായ നേതാക്കൾ തന്നെയാണ് ടി കെ ഗോവിന്ദന് പിൻബലമേകി പി കെ ശ്യാമളയ്ക്കെതിരെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആസന്ന ഭാവിയിൽ CPM-ൽ വലിയൊരു പിളർപ്പുണ്ടാകും. അഥവാ പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപത്യപരമായി CPM-നെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവിനെതിരെ കൃത്യമായ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും CPM പിളർപ്പിലേക്ക് എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ പരക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തിരിപ്പൻ ആശയങ്ങളുടെ പ്രചരണം മാത്രമാണ് ഇതെന്നൊക്കെ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ CPM ഒരു തകർച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.